ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നടന്ന ബൈൻഡർ ഗ്രേഡ് 2ൻ്റെ പ്രൊവിഷണൽ ആൻസറൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ പ്രൊവിഷണൽ ആൻസർക്കിയുടെയും PDF ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. രൂപീകരണ പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ശിലകളെ പ്രധാനമായും 3ആയി തരംതിരിച്ചിരിക്കുന്നു. അത്തരം ശിലകളുടെ പേരും അവയ്ക്ക് ഉദാഹരണവും താഴെ നൽകിയിരിക്കുന്നു. ശരിയായ ജോഡി ഏത്? ഓപ്ഷൻ സി ആണ് ആൻസർ. 1, 4 ശരിയാണ്. ആഗ്നേയശിലകൾ ബസാൾട്ട്, അപസാദ ശിലകൾ കായാന്തര ശിലകൾ മാർബിൾ. ഇന്ത്യൻ ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിതെളിച്ച പ്രധാന സാഹിത്യകൃതികളുടെയും അവയുടെ എഴുത്തുകാരുടെയും പേരുകൾ ചുവടെ നൽകിയിരിക്കുന്നു. ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഗോര, രവീന്ദ്രനാഥ ടാഗോർ. പാഞ്ചാലി ശപഥം, സുബ്രഹ്മണ്യ ഭാരതി. ഗോദാൻ, പ്രേംചന്ദ്. നിബന്ധമാല, വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. ഓപ്ഷൻ സി. ചുവടെ നൽകിയിരിക്കുന്നതിൽ ഓപ്പറേഷൻ സുതാര്യ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഡിസ്ട്രിക്റ്റ് എന്ന ഓൺലൈൻ പോർട്ടൽ സംവിധാനം വേണ്ട വിധം പ്രവർത്തിക്കുന്നില്ലെന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ സംസ്ഥാന വ്യാപക മിന്നൽ പരിശോധന. 4ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ നവസാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ആശയങ്ങൾ അനുയോജ്യമായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. എല്ലാം അനുയോജ്യമായവയാണ്. ഇന്ത്യയിൽ സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ PPP പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് തുടങ്ങിയ സംരംഭങ്ങൾ ശക്തിപ്പെട്ടു. നിയന്ത്രിത സമ്പദ് വ്യവസ്ഥയിൽ നിന്നും സ്വതന്ത്രമായതും ഉദാരവൽക്കരിക്കപ്പെട്ടതുമായ സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ആഗോളവൽക്കരണത്തിലേക്ക് നയിക്കുക എന്നതായിരുന്നു പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പ്രധാന ലക്ഷ്യം. കാർഷിക കാലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണത്തിൽ പ്രധാന കാർഷിക വിളയായ ഗോതമ്പ് ഉൾപ്പെടുന്നത് റാബി വിളയിൽ. 6ാമത്തെ ചോദ്യം. 18ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ സ്ഥാപിച്ചു. തുടർന്ന് മെർക്കന്റിലിസം എന്ന വാണിജ്യ നയം കോളനികളിൽ നടപ്പിലാക്കി. താഴെ നൽകിയിരിക്കുന്ന നിയമങ്ങളിൽ മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ ഉൾപ്പെടാത്തവ ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. 2, 3 ഉൾപ്പെടാത്തവയാണ്. കോളനികളിലെ ബ്രിട്ടീഷ് സൈന്യത്തിനുള്ള അത്യാവശ്യ സൗകര്യങ്ങൾ ഇംഗ്ലണ്ട് നൽകുന്നതായിരിക്കും. അത് തെറ്റാണ്. പഞ്ചസാര, കമ്പിളി, പരുത്തി എന്നിവ വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാനുള്ള അനുമതി കോളനികൾക്ക് നൽകി. 2, 3 എന്നിവ ഉൾപ്പെടാത്തതാണ്. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. താഴെ തന്നിരിക്കുന്ന സിനിമകളെയും അവയുടെ സംവിധായകരെയും തിരിച്ചറിഞ്ഞ് ജോഡി ചേർത്ത് എഴുതുക. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. കെ. സുബ്രഹ്മണ്യം, പ്രഹ്ലാദ. TR സുന്ദരം, കണ്ടം വെച്ച കൂട്ട്. MD വാസുദേവൻ നായർ, നിർമാല്യം. രാമു കാര്യാട്ട്, ചെമ്മീൻ. 8ാമത്തെ ക്വസ്റ്റ്യൻ. കാൽബൈശാഖിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? 3ഉം 4ഉം ശരിയാണെന്നുള്ളതാണ്. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോടുകൂടിയ ശക്തമായ മഴയാണിത്. ആലിപ്പഴ വീഴ്ചയും കാറ്റും പ്രധാന സവിശേഷതകളാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. എല്ലാം ശരിയെന്നുള്ളതാണ്. ഹൈക്കോടതികൾക്ക് എല്ലാ കോടതികളുടെയും മേൽനോട്ടത്തിനുള്ള അധികാരം ഉണ്ടായിരിക്കുമെന്ന് അനുച്ഛേദം 227 പ്രസ്താവിക്കുന്നു. ഹൈക്കോടതികളുടെ അധികാരിത യൂണിയൻ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ പാർലമെന്റിന് അധികാരമുണ്ട്. 1991 69ാം ഭേദഗതിക്ക് ശേഷം ഡൽഹി ദേശീയ തലസ്ഥാന പ്രദേശമായി അറിയപ്പെടുന്നു. ദേശീയ പട്ടിക ഗോത്രവർഗ കമ്മീഷനുകൾ ഒരു ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മറ്റ് അംഗങ്ങളും ഉണ്ടായിരിക്കും. 10ാമത്തെ ചോദ്യം. പണബില്ലുമായി ബന്ധപ്പെട്ടവയിൽ ശരിയായത് ഏത്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. B, C, D എന്നിവ ശരി. അനുച്ഛേദം 111 പ്രകാരം പണബില്ല് രാഷ്ട്രപതിയുടെ അനുമതിക്ക് അയക്കേണ്ടതാണ്. ഒരു ബില്ല് പണബില്ല് എന്ന് തീരുമാനിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. ഭാരതത്തിൻ്റെ സഞ്ചിത നിധിയിൽ നിന്നുള്ള പണത്തിൻ്റെ വിനിയോഗം പണബില്ലിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നു. ഓപ്ഷൻ ബി ആൻസറാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ടവരിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. കമ്മീഷനിൽ 2 പേർ പട്ടികജാതിയിലോ പട്ടികവർഗത്തിലോ പെടുന്ന വനിതയായിരിക്കണം. ഓപ്ഷൻ ബി ആൻസർ. കേരളത്തിലെ നിലവിലെ വ്യാവസായിക വകുപ്പ് മന്ത്രി P. രാജീവ്. ഓപ്ഷൻ സി. മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച് താഴെ പറയുന്നൊരു ശരിയായ പ്രസ്താവന എല്ലാം ശരിയാണെന്നുള്ളതാണ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന സ്ഥലപാളിയാണ് മെനിഞ്ചസ്. സുഷുമ്നാ നാഡിയെ പൊതിഞ്ഞു കാണുന്ന സ്ഥലപാളിയാണ് മെനിഞ്ചസ്. മസ്തിഷ്കത്തിനും സുഷുമ്നാഡിയിലും CSF എന്ന ദ്രാവകം നിറഞ്ഞിരിക്കുന്നു. 14ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളുടെയോ ധാതുക്കളുടെയോ അപര്യാപ്തതയിലൂടെ അല്ലാതെ ഉണ്ടാകുന്ന രോഗമാണ് സിക്കിൾ സെൽ അനീമിയ. ഓപ്ഷൻ ബി.
ഭൂമിയുടെ 1/4 ആരമുള്ള ഒരു ഗ്രഹത്തിൻ്റെ മാസ് ഭൂമിയുടെ മാസിൻ്റെ പകുതിയാണെങ്കിൽ അതിലെ ഗുരുത്വാകർഷണ ത്വരണം ഭൂമിയുടേതിന് എത്ര മടങ്ങായിരിക്കും? ഓപ്ഷൻ സി ആണ് വരുന്നത്, 8 മടങ്ങ്. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ വക്രതാരൂപ ദൂരം എത്രയായിരിക്കും? ഓപ്ഷൻ സി 20 സെൻറ്റിമീറ്റർ. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ആവിഷ്കരിച്ചത് റൂദർഫോർഡ്. ഓപ്ഷൻ ബി. ഹാലോജൻ കുടുംബം എന്നറിയപ്പെടുന്ന ഏത് ഗ്രൂപ്പാണ്? 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ. ഓപ്ഷൻ ഡി. താഴെ തന്നിരിക്കുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത് ഏത്? ജിംബ്. ഓപ്ഷൻ സി. ഫിഷിംഗ് എന്നാൽ എന്താണ്? വ്യക്തിഗത വിവരങ്ങൾ മോഷ്ടിക്കാൻ ആക്രമണകാരികൾ ഉപയോഗിക്കുന്ന ഒരു രീതി. നിങ്ങൾ ടെലഗ്രാം ലിങ്കിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ടെലഗ്രാം ലിങ്ക് കൊടുത്തേക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്താൽ മതി. അങ്ങനെ ആകുമ്പോൾ PDF നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ തന്നെ PDF അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. സ്ക്രൂ പ്രസ് ബൈൻഡിങ്ങിൽ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഓപ്ഷൻ സി ആണ്, പ്രസ് ചെയ്യാൻ. പാസ്പോർട്ടുകൾ തുന്നുന്ന രീതിക്ക് പറയുന്ന പേര്? ഓപ്ഷൻ എ, സിംഗർ സോൺ. ഓഫീസ് ഡോക്യുമെൻറ്റ്, പോർട്ട്ഫോളിയോ ഇവ ബൈൻഡ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന രീതി ഏതാണ്? ഓപ്ഷൻ ഡി, ചിക്കാഗോ സ്ക്രൂ ബൈൻഡിങ്. പേപ്പറിൻ്റെ ഭാരം അളക്കുന്ന യൂണിറ്റ്? ഓപ്ഷൻ ബി, GSM. വെല്ലം ബൈൻഡിങ്ങിന് പറയുന്ന മറ്റൊരു പേര്? അക്കൗണ്ട് ബുക്ക് ബൈൻഡിങ്. ബൈൻഡിങ്ങിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ പേരുകൾ തിരിച്ചറിയുക. ഓപ്ഷൻ എ, ബോസ്കിൻ ബാക്ര. സ്പൈൻ നാശമാകാതെ പൂർണ്ണമായി ബുക്ക് തുറക്കാൻ സാധിക്കുന്ന ഒരു ബൈൻഡിങ് രീതിയാണ്? ഓപ്ഷൻ സി, കോപ്റ്റിംഗ് ബൈൻഡിങ്. ബേസിസ് വെയ്റ്റ് എന്തിനെ സൂചിപ്പിക്കുന്ന പദമാണ്? സ്റ്റാൻഡേർഡ് സൈസ് ഒരു റിം പേപ്പറിൻ്റെ ഭാരം. സ്പൈനിൽ മാത്രം കാലിക്കോ ഒട്ടിച്ച ബൈൻഡിങ് രീതി? ഓപ്ഷൻ ബി, ക്വാർട്ടർ ക്ലോത്ത്. ബോർഡുകളും കട്ടിയുള്ള കവറുകളും ശരിയായി മടക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി, സ്കോറിംഗ്. ഒരു പേപ്പറിൻ്റെ സൈസിൽ നീളവും വീതിയും ഇരട്ടിയായി വരുന്നതിന് ഡാഷ് എന്ന് പറയുന്നു, ക്വാർട്സ് എന്ന് പറയുന്നു. വീപ്പ് സ്റ്റിച്ചിങ്ങിന് പറയുന്ന മറ്റൊരു പേര്? ഓവർകാസ്റ്റ് സ്ക്യൂയിങ്. പേജുകൾ മടക്കി സ്പൈനിൽ വയർ സ്റ്റിച്ച് ചെയ്യുന്ന ബൈൻഡിങ് രീതിക്ക് പറയുന്ന പേര്? ഓപ്ഷൻ ബി, സാഡിൽ ബൈൻഡിങ്. താഴെ പറഞ്ഞതിൽ കേസ് ബൈൻഡിങ് അല്ലാത്തത്? ഓപ്ഷൻ ഡി, സ്റ്റാമ്പ് ബൈൻഡിങ്. PUR ഉപയോഗിച്ച് ചെയ്യുന്ന ബൈൻഡിങ് രീതി? പെർഫെക്റ്റ്. ഓപ്ഷൻ സി. നോട്ട് പാഡുകൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ബൈൻഡിങ് രീതി? പാഡിങ്. ബുക്ക് ബൈൻഡിങ്ങിന് ഉപയോഗിക്കുന്ന പേപ്പർ രീതി? ആസിഡ് ഫ്രീ അൺകോട്ടഡ്. ലൈനിങ്ങിനായി ലെതർ കഷ്ണം മുഴുവനായും ബാക്കിൽ വയ്ക്കുന്ന ബൈൻഡിങ് രീതി? എക്ടോ ലെതർ. ഓപ്ഷൻ ബി. ഏറ്റവും ചിലവ് കുറഞ്ഞ ബുക്ക് ബൈൻഡിങ് രീതി അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി, പബ്ലിഷേഴ്സ് ബൈൻഡിങ്. ബുക്ക് ബൈൻഡിങ് കവറിനും ടെസ്റ്റിനും ഇടയിലായി ഒട്ടിച്ചേർക്കുന്ന പേപ്പറിന് പറയുന്ന പേര്? ഓപ്ഷൻ സി, എൻഡ് പേപ്പർ. പാർച്ച്മെൻറ്റ് വെല്ലവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? ഓപ്ഷൻ ബി. പാർച്ച്മെൻറ്റ് ആടിൻ്റെ ചർമ്മത്തിൽ നിന്നുള്ളതാണ്. വെല്ലം കാർഷിക പശുവിൻ്റെ ചർമ്മത്തിൽ നിന്നുള്ളതാണ്. പുസ്തകങ്ങളെ കൂടുതൽ ദൃഢമാക്കാൻ കോട്ടൺ അല്ലെങ്കിൽ ലിനൻ ടേപ്പ് ഉപയോഗിച്ചുള്ള ത്രെഡ് സൂയിങ് പ്രക്രിയയുടെ പേരെന്താണ്? ടേപ്പ് സൂയിങ്. പുസ്തകത്തിൻ്റെ പിൻവശത്ത് ബാക്കിംഗ് പ്രക്രിയ പൂർത്തിയാക്കുന്നതിന് ശേഷം ഒരുതരം ദ്രവരൂപത്തിലുള്ള ഗ്ലൂ വീണ്ടും ഉപയോഗിച്ച് അത് അലിഞ്ഞപ്പോൾ ജാക്കിനസ്റ്റ് വസ്ത്രം പിൻവശത്ത് വയ്ക്കുന്ന രീതി ഏതാണ്? ബാക്ക് ലൈനിങ്. അച്ചടി പ്രക്രിയയ്ക്ക് പോസ്റ്റ് പ്രസ് ഘട്ടത്തിൽ ശില്പരൂപത്തിലുള്ള ഡൈകളുടെ പ്രാഥമിക ധർമ്മം എന്താണ്? ത്രിമാന എംബോസ് ചെയ്തോ ഡീബോസ് ചെയ്തോ ആയ ഡിസൈനുകൾ സൃഷ്ടിക്കാൻ. വെല്ലോ ബൈൻഡിങ്ങിൻ്റെ പ്രാഥമിക സവിശേഷത എന്താണ്? ഓപ്ഷൻ ഡി, പേജുകൾ സുരക്ഷിതമാക്കാൻ ഇതൊരു പ്ലാസ്റ്റിക് സ്പൈനും പ്ലാസ്റ്റിക് സ്പിന്നും ഉപയോഗിക്കുന്നു. ബാൻഡിങ്ങിൻ്റെ പ്രാഥമിക ഉദ്ദേശം എന്താണ്? ഷിപ്പിങ്ങിനോ സംഭരണത്തിനോ വേണ്ടി ഒരു കൂട്ടം ഇനങ്ങൾ ഒരുമിച്ച് സുരക്ഷിതമാക്കുക. ബുക്ക് ബൈൻഡിങ്ങിൽ ഡബ്ലസ്നറിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? ഓപ്ഷൻ ഡി, കവറുകളുടെ ആന്തരിക ഉപരിതലങ്ങൾ അലങ്കരിക്കാനും ശക്തിപ്പെടുത്താനും. ബുക്ക് ബൈൻഡിങ്ങിൽ ഒരു ഫ്ലൈ ലീഫ് എന്താണ്? ഓപ്ഷൻ ബി, ഒരു പുസ്തകത്തിൻ്റെ തുടക്കത്തിലും അവസാനത്തിലുമുള്ള ഒരു ശൂന്യ പേജ്. ബുക്ക് ബൈൻഡിങ് കേസിംഗ് എന്ന പദം എന്താണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ബി, പുസ്തകം ഫോർവേഡ് ചെയ്തതിന് ശേഷം ചേർക്കുന്ന ഒരു പ്രത്യേക പുസ്തകത്തിൻ്റെ കവറിൻ്റെ സൃഷ്ടി. ഇനി പറയുന്നതിൽ ഏതാണ് പേപ്പർ ടോണിങ്ങിൽ ഏജൻറ്റായി സാധാരണയായി ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ ആണ്, കാപ്പി, ചായ, പൊട്ടാഷ്യം പെർമാംഗനേറ്റ്. ബുക്ക് ബൈൻഡിങ്ങിൽ ഗോജുകളുടെ പ്രാഥമിക പ്രവർത്തനം എന്താണ്? അവ ഒറ്റ വരി ഉപകരണങ്ങളാണ്. കാഴ്ചയിലെ പലകൾ പോലെ വളഞ്ഞ വരകൾ നൽകുന്നത്. പെർഫെക്റ്റ് ബൈൻഡിങ്ങിന് ആദ്യം ഷോട്ടിന് സാധാരണമായി ഏതുതരം പശയാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ബി, തണുത്ത പോളിവിനൈൽ അസറ്റേറ്റ്. വാർണിഷ് സാധാരണയായി എങ്ങനെയാണ് തയ്യാറാക്കുന്നത്? ഓപ്ഷൻ ഡി, ലിൻഡീസ് ഓയിൽ തിളപ്പിച്ച്. ബുക്ക് ബൈൻഡിങ്ങിലോ പ്രിൻറ്റിങ്ങിലോ ലാമിനേഷൻ എന്താണ്? ഓപ്ഷൻ ബി, പേപ്പർ പ്രതലത്തിൽ പോളിത്തീൻ പാളി ഒട്ടിക്കുക. 55ാമത്തെ ചോദ്യം, ഫോയിൽ ലാമിനേറ്റിങ്ങിനായി ഏതുതരം പശകളാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്? ഉണങ്ങുമ്പോൾ ബാഷ്പീകരിക്കപ്പെടുന്ന അസ്ഥിര പശകൾ. ബുക്ക് ബൈൻഡിങ്ങിൽ നോച്ച് ബൈൻഡിങ്ങിൻ്റെ ഉദ്ദേശം എന്താണ്? ഓപ്ഷൻ ഡി, പുസ്തകത്തിൻ്റെ സ്പൈനിനെ ശക്തിപ്പെടുത്തുന്നതിനും ബൈൻഡിങ് മെച്ചപ്പെടുത്തുന്നതിനും. ബുക്ക് ബൈൻഡിങ്ങിൽ ബ്ലോക്ക് കംപ്രഷൻ്റെ ഉദ്ദേശം എന്താണ്? ഓപ്ഷൻ ബി, പേജുകളുടെ ശരിയായ വിന്യാസം ഉറപ്പിക്കാൻ അമർത്തുക. ഫിനിഷിങ്ങിൽ ഹോളോഗ്രാഫിക് ഫോയിലിൻ്റെ പ്രാഥമിക ഉപയോഗങ്ങളിലൊന്ന് എന്താണ്? കള്ളപ്പണം തടയൽ പോലുള്ള സുരക്ഷാ പ്രവർത്തനങ്ങൾക്ക്. ബുക്ക് ബൈൻഡിങ്ങിൽ
ക്യാപ്പിംഗ് അപ്പ് എന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ ഒരു പുസ്തകത്തിൻ്റെ അരികുകൾ ഗിൽഡിംഗ്, കളറിംഗ് ചെയ്ത ശേഷം മറയ്ക്കാൻ. 60ാമത്തെ ചോദ്യം, ബുക്ക് ബൈൻഡിങ്ങിൽ ലെയറുകൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ബി, ഗോൾഡ് ലീഫ് ലെതറിൽ ഉറപ്പിക്കാൻ. ബുക്ക് ബൈൻഡിങ്ങിൽ സ്മിത്ത് സ്വീയിങ്സിൻ്റെ പ്രധാന മേന്മ എന്താണ്? കൂടുതൽ കാലം ഈടു നിൽക്കുന്നു. സിഗ്നേച്ചറുകൾ കൃത്യമായി വിന്യസിക്കാത്തത് മൂലം ട്രിമ്മിംഗ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ട്രിമ്മിംഗ് പിശകിന് പറയുന്ന പേരെന്താണ്? സ്റ്റൈപ്പ് കട്ട്. പ്രിൻ്റ് ഫിനിഷിങ്ങിനായി ഗില്ലറ്റിൻ കട്ടറുകൾ ഏത് തരത്തിലുള്ള കട്ടിങ്ങാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ഡി, സ്വിംഗിങ് ഡയഗണൽ കട്ട്. താഴെ പറയുന്നവയിൽ കട്ടിംഗ് പ്രിൻസിപ്പിൾ അല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി, ഇവയൊന്നുമല്ല. ബുക്ക്, പേപ്പർ, ആർട്ട് പേപ്പർ, കാർഡ് ബോർഡ് എന്നിവ കട്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന സ്വിംഗിങ് ഡയഗണൽ കട്ടിൽ സ്വിംഗിങ് ഷെയർ കട്ട് ആംഗിൾ എത്രയാണ്? ഓപ്ഷൻ ബി, 2 to 3 ഡിഗ്രി. 66ാമത്തെ ചോദ്യം, ബുക്ക്, പേപ്പർ, ആർട്ട് പേപ്പർ, കാർഡ് ബോർഡ് എന്നിവ കട്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന സ്വിംഗിങ് ഡയഗണൽ കട്ടിൽ സ്റ്റാൻഡേർഡ് നൈഫ് ആംഗിൾ ബീറ്റ എത്രയാണ്? ഓപ്ഷൻ എ, 24 ഡിഗ്രി. ക്രോണോളജിക്കൽ കട്ടിംഗ് സീക്വൻസ് നടത്തുന്നതിന് റോട്ടറി ക്രോസ് കട്ടേഴ്സിൽ അപ്പർ നൈഫും ലോവർ നൈഫും പേപ്പർ വെബിൻ്റെ പ്രതലത്തിൽ ഡാഷ് ആംഗിൾ പരസ്പരം വെച്ചിരിക്കുന്നു. ഓപ്ഷൻ എ ആണ് വരുന്നത് 0.5 to 2 ഡിഗ്രി. ചെറിയ ഷീറ്റ് സൈസിന് ഉതകുന്ന ഓഫീസ് ഫോൾഡിംഗ് മെഷീനിൽ കൂടുതലായി കണ്ടുവരുന്ന ഫീഡിംഗ് രീതി ഓപ്ഷൻ സി ആണ്, ബോക്സ് സെക്ഷൻ. ഫോൾഡിംഗ് മെഷീനിൽ ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് എന്താണ്? ഓപ്ഷൻ ബി, നൈഫ് ഫോൾഡിംഗ് മൊഡ്യൂൾ. 70ാമത്തെ ചോദ്യം, ഫോൾഡിംഗ് മെഷീനിൽ ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് എന്താണ്? ഓപ്ഷൻ സി, ബക്കിൾ ഫോൾഡിംഗ് മൊഡ്യൂൾ വിത്ത് അപ്പർ ബക്കിൾ പ്ലേറ്റ്. ഗാദറിംഗ് മെഷീനിൽ സിഗ്നേച്ചേഴ്സ് റൊട്ടേറ്റിംഗ് ഡ്രം വിത്ത് വാക്വം അല്ലെങ്കിൽ മെക്കാനിക്കൽ ഗ്രിപ്പേഴ്സ് വിദ്യ ഉപയോഗിച്ച് ഫീഡ് ചെയ്യുന്ന രീതി എന്താണ്? ഓപ്ഷൻ എ, ഹൈപ്പ് ഫീഡ്. 72ാമത്തെ ക്വസ്റ്റ്യൻ, പെർഫെക്റ്റ് ബൈൻഡിംഗ് ഒരു ബുക്ക് ബ്ലോക്കിൻ്റെ സ്പൈനൽ റൗട്ടിങ്ങിന് ശേഷം പേജുകൾ ചെറുതായി ഫാൻ ചെയ്ത് പശ ഉപയോഗിച്ച് ബൈൻഡ് ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേര് പാഡിംഗ്. പെർഫെക്റ്റ് ബൈൻഡിങ്ങിന് ചെയ്ത പുസ്തകങ്ങളുടെ ക്വാളിറ്റി പരിശോധിക്കുന്നത് സാധാരണയായി ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ്? ഓപ്ഷൻ ഡി, പുൾ ടെസ്റ്റ്. ഏത് കാറ്റഗറിയിൽപ്പെട്ട ഗ്ലാസ് ആണ് ഫാർമസ്യൂട്ടിക്കൽ പാക്കേജിങ്ങിന് കൂടുതൽ അനുയോജ്യമായത്? ഓപ്ഷൻ എ, USB ടൈപ്പ് 1. അഡിസീവ് ബൈൻഡ് ചെയ്ത ബ്ലോക്കുകളെ അമർത്തി ബൈൻഡിംഗ് സ്ഥിരപ്പെടുത്തുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര് സ്മാഷിംഗ്. ഏത് മെഷീനിലൂടെ വരവോടെയാണ് ബാഗ് ഇൻ എ ബോക്സ് എന്ന ആശയത്തിന് പ്രചാരം ലഭിച്ചത്? ഓപ്ഷൻ എ, VFFS. 77ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ പാക്കേജിംഗ് സെക്ടറിൽ ഉപയോഗിക്കുന്ന ഡിസ്പാച്ച് സിസ്റ്റം അല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി, ഇവയൊന്നുമല്ല. പാക്കേജിംഗ് ആപ്ലിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന കാറ്റഗറി 1 വിഭാഗത്തിൽപ്പെട്ട ബയോബേസ്ഡ് മെറ്റീരിയലിന് ഉദാഹരണം താഴെ നൽകിയിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ ബി, സ്റ്റാർച്ച്. 79ാമത്തെ ക്വസ്റ്റ്യൻ, സെൻസർ പാക്കേജിംഗ് സിസ്റ്റത്തിലെ ഓൺ പാക്കേജ് സെൻസറിന് ഉദാഹരണം? ഓപ്ഷൻ എ ആണ് വരുന്ന RFID. റിജിഡ് ബോക്സ് നിർമ്മാണത്തിന് കൂടുതൽ ഉപയോഗിക്കുന്ന ബോർഡ് ഏതാണ്? ഓപ്ഷൻ ഡി, ചിപ്പ് ബോർഡ്. അലൂമിനിയം ഒരു നല്ല പാക്കേജിംഗ് വസ്തു ആയി അറിയപ്പെടാൻ കാരണം? ഓപ്ഷൻ ഡി, എയും ബിയും സിയും മൂലമാണ്. ഭാരം കുറഞ്ഞ വസ്തുവാണ്, ബലമുള്ളതാണ്, റീസൈക്കിൾ ചെയ്യാവുന്നതാണ്. 82ാമത്തെ ക്വസ്റ്റ്യൻ, ടിൻ പ്ലേറ്റ് ഉപയോഗിക്കുന്ന ഏതുതരം വസ്തു പാക്ക് ചെയ്യാനാണ്? ഓപ്ഷൻ സി, പാനീയങ്ങൾ. ഗ്ലാസ് പാക്കേജിന് ഉപയോഗിക്കുന്ന പ്രധാന കാരണം? ഓപ്ഷൻ ബി, ഉള്ളിലുള്ള ഉൽപ്പന്നം കാണാൻ സാധിക്കുന്നു. പാക്കേജിങ്ങിന് ഉപയോഗിക്കുന്ന ചില പ്ലാസ്റ്റിക് പാത്രങ്ങൾ പെറ്റ് ബോട്ടിലുകൾ എന്നറിയപ്പെടുന്നു. ഇതിൻ്റെ ശരിയായ മുഴുവൻ പേര്? ഓപ്ഷൻ എ, പോളി എത്തിലീൻ ടെറാഫ്ലോറൈറ്റ്. ലോ ഡെൻസിറ്റി പോളി എത്തിലീൻ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത് താഴെ പറയുന്ന ഏതുതരം ഉൽപ്പന്നങ്ങൾ പാക്ക് ചെയ്യുന്നതിനാണ്? ഓപ്ഷൻ ഡി, ബാഗുകൾ. പേപ്പർ നല്ല പാക്കിംഗ് വസ്തുവായി പരിഗണിക്കുന്നതിന് കാരണം? ഓപ്ഷൻ ഡി, എയും ബിയും സിയും മൂലമാണ്. ഭാരക്കുറവുണ്ട്, മടക്കാൻ എളുപ്പമാണ്, റീസൈക്കിൾ ചെയ്യാവുന്നതാണ്. 87ാമത്തെ, പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന വസ്തുക്കൾ പാക്ക് ചെയ്യുവാൻ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ബി, ബബിൾ റാപ്പ്. ചൂടാക്കുമ്പോൾ ഉൽപ്പന്നം മുറുക്കി മൂടുന്ന പാക്കിംഗ് രീതിയാണ്? ഓപ്ഷൻ ഡി, ഷ്രിങ്ക് റാപ്പ്. പാക്കേജിംഗ് ഡൈയുടെ കട്ടിങ്ങും ക്രീസിങ്ങും ചെയ്യാനുള്ള റൂളുകൾ ഉണ്ടാക്കുന്ന വസ്തു? ഓപ്ഷൻ എ, ഫ്ലെക്സിബിൾ സ്റ്റീൽ. 90. പാക്കേജിംഗ് ഡൈയിൽ ഉപയോഗിക്കുന്ന പ്ലൈബോർഡിൻ്റെ കാണാം ഏകദേശം എത്ര സെൻറ്റിമീറ്റർ ആണ്? ഓപ്ഷൻ ബി, 1.5 സെൻറ്റിമീറ്റർ. 1, 2, 3 ക്ലോഷർ എന്നറിയപ്പെടുന്ന കാർട്ടണിൻ്റെ മറ്റൊരു പേര്? ഓപ്ഷൻ എ, സ്റ്റാപ്ലോക്ക് ബോട്ടം. അടിഭാഗം സ്വയം സീൽ ചെയ്ത അവസ്ഥയിലേക്ക് എത്തുന്ന ബോക്സുകൾ അറിയപ്പെടുന്നത് ഏത് പേരിൽ? ഓപ്ഷൻ ഡി, ഓട്ടോമേറ്റഡ് ലോക്ക് ബോട്ടം. 4 പാനൽ സ്റ്റൈൽ ബോക്സുകളിൽ ഉപയോഗിക്കുന്ന ക്ലോഷർ സംവിധാനം ഏതാണ്? ഓപ്ഷൻ ഡി, ഇതെല്ലാം. ടക്ക് എൻഡ്, സീൽ എൻഡ്, ലോക്ക് എൻഡ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ടക്ക് എൻഡ് ബോക്സുകൾ ഉപയോഗിക്കാതെ പാക്ക് ചെയ്യുന്ന വസ്തു തിരഞ്ഞെടുക്കുക. ഇലക്ട്രോണിക് വസ്തുക്കൾ. ഓപ്ഷൻ ഡി. റിവേഴ്സ് ടക്ക് എൻഡ് ബോക്സിൽ മുകളിലെ അടയ്ക്കുന്ന വശം തുറക്കുന്നത്? ഓപ്ഷൻ എ, ഫ്രണ്ട് പാനലിൽ നിന്ന്. ഗ്രാഫിക് ഡിസൈൻ സാധ്യതകൾ ഉള്ളതിനാൽ കോസ്മെറ്റിക്കുകൾ പാക്ക് ചെയ്യുന്ന അറിയപ്പെടുന്ന ബോക്സ് സ്റ്റൈൽ ഏതാണ്? ഓപ്ഷൻ എ, റിവേഴ്സ് ടക്ക് എൻഡ്. പുറകിൽ നിന്ന് മുന്നിലേക്ക് മടക്കുന്ന പാനലുകൾ ഉള്ള ബോക്സ് സ്റ്റൈൽ ഏതാണ്? ഓപ്ഷൻ എ, റിവേഴ്സ് ടക്ക് എൻഡ്. നേരത്തെ തന്നെ അസംബിൾ ചെയ്ത് വരുന്നതും ബലമേറിയതുമായ ബോക്സ് ടൈപ്പ് ഏതാണ്? ഓപ്ഷൻ ഡി, സെറ്റപ്പ് ബോക്സ്. സെറ്റപ്പ് ബോക്സുകൾ നിർമ്മിക്കുന്നതിന് പ്രാഥമികമായി ഉപയോഗിക്കുന്ന വസ്തു ഏതാണ്? പേപ്പർ ബോർഡ്.
മുന്നിൽ ഡിസ്പ്ലേ പാനലുകൾ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും അനുയോജ്യമായ ബോക്സ് ടൈപ്പ് ഏതാണ്? ഓപ്ഷൻ ബി സ്ലൈറ്റ് ടക്ക് ഇൻ. ഉപയോഗപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.